അപ്പോ കുഞ്ഞോമതെ 2024 ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസം ഉണ്ടാക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞോമത് പാലട ഉണ്ടാക്കുന്നു. അങ്ങനെ പാചകത്തിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷം തകർത്ത് നടന്നുകൊണ്ടിരിക്കാൻ പോവുകയാണ്. 10:30 ഇവിടെ ഉദ്ഘാടനം നടക്കുന്നതാണ്. ഇത് രമേശൻ പായസത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മിസ്റ്റർ കുഞ്ഞോമത്, ഈ 2024 ഓണാഘോഷ പരിപാടി എന്താണ് താങ്കളുടെ അഭിപ്രായം പറയൂ. താങ്കളുടെ തിളച്ചു മറയുന്ന പാലടയിൽ രമേശൻ അരി ഇടുന്നതാണ്. അപ്പോൾ കുഞ്ഞോമ ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാം. 2024 ഓണാഘോഷ പരിപാടി. 2024 ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ്. ഇതുവരെ നമ്മൾ കൊണ്ടാടിയ ഓണാഘോഷങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളുടെ 2 ജൂനിയർ സ്റ്റുഡൻസ് ഇവിടെ വന്ന് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും ഒരു ഗ്രൂപ്പിന്റെ ഒരു വിജയമാണ്. അതായത് വികസനത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവാണ്. വെരി ഗുഡ്. അത് തന്നെ മതി നമ്മുടെ ഗ്രൂപ്പിന്റെ വിജയം എന്ന് പറയാനായിട്ട്. അതിൽ കൂടുതലായിട്ടുള്ളൊന്നും പറയാനില്ല. ഇത് നമ്മുടെ 87-88 കാലഘട്ടങ്ങളിൽ മാപ്പിളപ്പാട്ടിൽ ജില്ലാതലത്തിൽ 1ാം സമ്മാനം വാങ്ങിച്ച ഷാഹുൽ ഹമീദാണ് നമ്മളുടെ കൂടെയുള്ളത്. സ്റ്റേറ്റ് വരെയും പങ്കെടുത്തു. ഇപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ വീട്ടിലാണ് സ്വസ്ഥമായിട്ട്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 2-3 കൊല്ലമായിട്ട് ഞാൻ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിവിടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞോമിൻ്റെ ഇളക്കലും നമ്മുടെ രമേശൻ്റെ കഴുകലും നമ്മുടെ ഷമീറിൻ്റെ തള്ളും ഒക്കെ കൂടി ആയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഈ ഓണാഘോഷം നല്ല പൊടിപൂരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ കച്ചേരിപ്പടി ഷമീർ നമ്മുടെ ചാനലിൽ ഉണ്ട്. ഷമീറിന്റെ അഭിപ്രായം കൂടി ഒന്ന് പറയാം. ഓണാഘോഷത്തെ കുറിച്ച് പറയുമ്പോൾ 3-4-5 കൊല്ലത്തോളം 4 കൊല്ലത്തോളമായി ശരി എല്ലാത്തിനും മേൽനോട്ടം പങ്കെടുക്കുന്ന പരിപാടി പണ്ടുമില്ല ഇപ്പോഴുണ്ട്. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ അല്ലേ? ഇനിയും ഇതേപോലെ പരിപാടികൾ, ഇനി ന്യൂ ഇയർ വരുന്നുണ്ട്, അതിന്റെ പരിപാടി ഉണ്ടാവും. എല്ലാം അതിമനോഹരമായിട്ട് നമ്മൾ നടത്തുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രമേശൻ്റെ അഭിപ്രായം കൂടി ഒന്ന് പറയാം. നമ്മുടെ പാചകത്തിൽ നമ്മളുടെ ഒരു അത്താണി തന്നെയാണെന്ന് പറയാം രമേശൻ. ആഫ്രിക്കയിൽ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന രമേശൻ. എന്താണ് രമേശൻ്റെ അഭിപ്രായം? നമ്മൾ ഓണാഘോഷം വെറുമൊരു ഓണാഘോഷം മാത്രമല്ല, ഓണത്തേക്കാളുപരി 10-40 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ നമ്മുടെ സൗഹൃദങ്ങളെ മാറോട് ചേർക്കാൻ ഇത്രയും പറ്റിയൊരവസരം മറ്റൊന്നില്ല. ഏറ്റവും നല്ല ഒരു സൗഹൃദം നമുക്ക് ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 40 വർഷത്തെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മുടെ സൗഹൃദങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരി. നമ്മളെ അബ്ദുൽ കരീം നമ്മളുടെ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അബ്ദുൽ കരീമിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കാം. കരീമേ, ഓണാഘോഷ പരിപാടികളെ കുറിച്ച് കരീമിൻ്റെ അഭിപ്രായം എന്താണ്? ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പഴയകാല അറ്റത്തേക്ക് റോഡ് കഴിഞ്ഞ അറ്റത്തേക്ക് വന്നെ ആ ടൈല് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോ റൈറ്റിലോട്ട് തിരിയുക. വീടുകളിൽ പോയി അവിടെ നിന്ന് വരുമ്പോ ആ പുഴയുടെ സൈഡിലേക്ക് വഴിയുണ്ട്. അവിടെ 2 ദിവസത്തേക്ക് കിടപ്പുണ്ട്.
അവിടെ എനിക്ക് പറയാനുള്ളത്. ആ ഒരു കൊച്ചിങ്ങനെ നടന്നു വേണ്ട. താങ്ക് യു.